നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഒടുവിൽ ലോകം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഒരുപക്ഷെ സമാധാന ചർച്ചകൾ നടക്കുന്ന ഈ വേളയിൽ അത് തീർന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അത് അലസിപ്പിരിയുന്നതിന് മുമ്പായിട്ട് ഒരു ആക്രമണം ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. എന്നാൽ ഈ സമാധാന ചർച്ചകൾക്കിടയിൽ തന്നെ ഒരാക്രമണം തുടങ്ങി വെച്ചു. അല്ലെങ്കിൽ യുദ്ധത്തിൽ അങ്ങനെയാണല്ലോ, ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്ത് ആക്രമിക്കുക എന്നതാണ് യുദ്ധത്തിൻ്റെ തന്ത്രം. അത് തീർച്ചയായിട്ടും മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ അറിവോടുകൂടി ഇസ്രായേലാണ്. ഇറാനിൽ മിസൈൽ ആക്രമണം ശക്തമായി നടത്തി. 4 ഇടത്ത് മിസൈൽ ആക്രമണം നടത്തിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇന്ന് പുലർച്ചെ സ്ഫോടനങ്ങൾ കേട്ടതായി നിരവധി മാധ്യമ റിപ്പോർട്ടുകളും ദൃക്സാക്ഷികളും വ്യക്തമാക്കി. ഇറാനെതിരായ മുൻകൂട്ടിയുള്ള ആക്രമണമാണ് ഇതെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുകയും രാജ്യമെമ്പാടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇത് യുദ്ധമാണോ എന്ന് സംശയിച്ചിരിക്കുന്ന വേളയിലാണ് ട്രംപിൻ്റെ പ്രസ്താവന ഇപ്പോൾ അല്പം മുമ്പ് പുറത്തു വന്നത്. ഇത് യുദ്ധം തന്നെയാണ്, ഞങ്ങൾ തുടങ്ങി വച്ചു. ഇത് വലിയൊരു ദൗത്യമാണ്. ഇറാനെ പൂർണ്ണമായും ഇറാൻ്റെ ആയുധങ്ങൾ നിർവീര്യമാക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ യുദ്ധത്തിന് പേരിട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ലയൺ റോർ എന്നാണ് ഇട്ടിരിക്കുന്നത്. സിംഹഗർജനം എന്ന പേരിട്ട് ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ആളപായം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാനെ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജോംഹുരി തുടങ്ങിയ ഇടങ്ങളിൽ നിരവധി മിസൈലുകൾ പതിച്ചു. പാസ്ചൂർ സ്ട്രീറ്റിന് സമീപത്ത് നിന്ന് കനത്ത പുക ഉയരുന്നതായും വിവരമുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും പുക ഉയരുന്നതായും വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ സ്ഫോടനം സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. ഇസ്രായേലിനെതിരെയുള്ള ഭീഷണി ഇല്ലാതാക്കാൻ ഇസ്രായേൽ ഇറാനെതിരെ ഒരു മുൻകൂർ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതോടെ ഇസ്രായേൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും പ്രസ്താവനയിലൂടെ ഈ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ തങ്ങളുടെ വ്യോമപാത അടച്ചു, വ്യോമാതിർത്തി അടച്ചതായി മന്ത്രി മിരി റഗവ് അറിയിച്ചു. ആക്രമണങ്ങൾ നടന്നതോടെ ഇസ്രായേൽ ആഭ്യന്തര മുൻകരുതൽ നടപടികൾ ആരംഭിച്ചു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. മിക്ക ജോലി സ്ഥലങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. അവശ്യ മേഖലകൾക്ക് മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. അതേസമയം ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. ടെഹ്റാനിൽ ഒരു സ്ഫോടനം കേട്ടതായി ദൃക്സാക്ഷികൾ സ്ഥിരീകരിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുമായി ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് സമീപം സ്ഫോടനം നടന്നതായിട്ടാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആയത്തുള്ള ഖമനിയെ ബങ്കറിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ആളപായമോ കൂടുതൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയോ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. കൂടാതെ സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായ വിലയിരുത്തൽ ഇറാനിയൻ അധികൃതർ ഇതുവരെയും നൽകിയിട്ടില്ല. ടെഹ്റാൻ നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും ആകാശത്തേക്ക് പുക ഉയരുന്നതായും കാണിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ രാവിലെ നടത്തിയ ഈ ആക്രമണത്തെ ഒരു മുൻകരുതൽ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഇറാന്റെ പ്രസിഡൻഷ്യൽ കേന്ദ്രങ്ങളും സുപ്രീം നേതാവായത്തുള്ള ഖമേനിയുടെ ഓഫീസിന് സമീപമുള്ള മേഖലകളുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് എന്നാണ് സൂചന. ഇസ്രായേലിലെ മാധ്യമങ്ങൾ അവകാശപ്പെട്ടത് പ്രകാരം ഇത് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സൈനിക നീക്കമാണ്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്തും ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി. അമേരിക്കൻ നാവികസേനയുടെ MQ-4C ട്രൈറ്റൺ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ തത്സമയം നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമാണ് അത്യാധുനിക സെൻസറുകളുള്ള ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യോമയുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്.
ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെയുള്ള മുൻകരുതൽ നടപടിയായാണ് ഈ ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഇന്ന് പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ ഇറാന്റെ പല കേന്ദ്രങ്ങളും തകർത്തതായാണ് സൂചന. മാത്രമല്ല ഇറാന്റെ ടെലഫോൺ, ഇൻ്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുള്ളത്. അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകളാണ് ഈ MQ-4C ട്രൈട്ടൺ. ഇവ ഈ മേഖലയിൽ സജീവമാണെന്ന് പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ആക്രമണത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രത്യാക്രമണ സാധ്യതകൾ നിരീക്ഷിക്കാനും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് ഈ ഡ്രോൺ നിരീക്ഷണം. ഇറാൻ പ്രത്യാക്രമണം നടത്താൻ സാധ്യതയുള്ള മിസൈൽ ലോഞ്ചറുകൾ, നാവിക കപ്പലുകൾ എന്നിവയുടെ നീക്കം തത്സമയം വൈറ്റ് ഹൗസിലേക്കും ഇസ്രയേൽ കമാൻഡ് സെന്ററുകളിലേക്കും എത്തിക്കാൻ ട്രൈറ്റൺ ഡ്രോണുകൾക്ക് കഴിയും. ആയുധങ്ങൾ വഹിക്കില്ലെങ്കിലും ഓരോ നീക്കവും ഒപ്പിയെടുക്കുന്ന യുദ്ധമുഖത്തെ വിശ്വസ്തനായ ഒരു നിരീക്ഷണ കണ്ണാണ് ഈ ട്രൈറ്റൺ. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ വ്യോമയുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ആക്രമിക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചതാണ് നിലവിലെ വലിയ സൈനിക നീക്കത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്നു. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമായിരിക്കുകയാണ്. ഇതൊരു കേവലം ആക്രമണമാണെങ്കിലും ഇനി ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇറാനെതിരെ ആരാക്രമിച്ചാലും ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ അയത്തുള്ള അലി ഖമേനി പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ശക്തമായ തിരിച്ചടി ഇറാൻ നടത്താൻ ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ അമേരിക്കയും നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇസ്രയേലിനെ കൊണ്ട് ഒരു അടി അടുപ്പിച്ചിട്ട് അമേരിക്ക വെളിയിൽ നിന്നും കാത്തു നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഒരുപക്ഷെ യുദ്ധം കണക്കുകയാണെങ്കിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞതായി ട്രംപ് പ്രഖ്യാപിച്ചു. ഇനി ഇറാൻ അങ്ങോട്ട് തിരിച്ച് ആക്രമിക്കുകയാണെങ്കിലാണ് പരസ്പരം യുദ്ധം ആകുന്നത്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അമേരിക്ക ശക്തമായ ആക്രമണത്തിലേക്ക് നേരിട്ടിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇതിനൊരു തിരിച്ചടി ഖമേനി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം നൽകാതിരിക്കാൻ ഖമേനിയുടെ വാക്കുകൾക്ക് കഴിയില്ല. അദ്ദേഹം അങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു യുദ്ധം ഇനിയിപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ഏതെല്ലാം സൈഡിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഗത്തായിട്ട് ആരൊക്കെ നിൽക്കുമെന്നും ഇനി റഷ്യയോ ചൈനയോ ഇറാനെ സഹായിക്കാൻ നേരിട്ട് ഇറങ്ങുമോ എന്നുള്ള കാര്യം ഇതൊന്നും വ്യക്തമല്ല. എന്തായാലും വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ വെളിവാകും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.